ഗാസയിൽ എത്ര ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ എത്ര ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഹമാസ് ഭടന്മാരുടെ മരണത്തെ സംബന്ധിച്ച് ഹമാസ് ആരോഗ്യ മന്ത്രാലയം മൗനം പാലിക്കുന്നത്? ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിലും എത്ര സിവിലിയന്മാരും സ്ത്രീകളും കുട്ടികളും മരിച്ചു എന്ന് കൃത്യമായി പ്രസ്താവന ഇറക്കുന്ന ഹമാസ് ആരോഗ്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് എത്ര ഹമാസ് പോരാളികൾ മരിച്ചു എന്ന് പറയാത്തത്? ഇതാണ് കാരണം. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം സാധാരണക്കാരെയും തീവ്രവാദികളെയും തമ്മിൽ വേർതിരിക്കാറില്ല. കേൾക്കുമ്പോൾ ഇതിൽ പ്രത്യേകമായി ഒന്നും തോന്നുകയില്ലെങ്കിലും ഇതൊരു നിസ്സാര പ്രശ്നമല്ല. ലോകമെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരർ അന്താരാഷ്ട്ര സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥയെയും തലതിരിച്ചു നിർത്തുന്ന മാജിക്കാണിത്. എവിടെയും വയലൻസ് കൊണ്ട് ഭീകരത സൃഷ്ടിക്കാനും സമൂഹങ്ങളെയും ഭരണകൂടങ്ങളെയും ഭീതിയിലാഴ്ത്താനും ഭീഷണിയിലൂടെ ഏതു സമൂഹത്തെയും തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടിയറവ് പറയിക്കാനും ഇസ്ലാമിസ്റ്റ് ഭീകരർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രമാണിത്. സിവിലിയൻ ലീഗിൽ ഐഡന്റിറ്റിയും അവകാശങ്ങളും ഭീകരർ സ്വയം എടുത്തണിയുകയും പൗരാവകാശങ്ങളിലും മനുഷ്യാവകാശങ്ങളിലും തങ്ങൾ ഇന്നസെന്റ് സിവിലിയൻസിന് തുല്യമാണ് എന്നവകാശപ്പെടുകയും ചെയ്തുകൊണ്ട് നിലവിലുള്ള സർവ്വ മനുഷ്യാവകാശങ്ങളും നിയമവ്യവസ്ഥയും അവർ തകിടം മറിക്കുന്നു. അങ്ങനെ ഭീകരതയാണ് ശരിയെന്ന് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഭീകരരും അവരുടെ സ്പോൺസർമാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം. നിലവിലുള്ള നിയമാധിഷ്ഠിത ലോകക്രമത്തെ തകിടം മറിക്കാൻ ഭീകരർക്ക് കഴിയുന്നത് സിവിലിയന്മാർ കുപ്പായത്തിനുള്ളിൽ ഭീകരതയെ മറച്ചു പിടിക്കുന്നതിൽ അവർ വിജയിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയും എന്ന പോലെ ഇന്ത്യയിലെയും മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഭീകരരുടെ ഈ മായാജാലത്തിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഭീകരതയ്ക്ക് സർവ്വ അവകാശങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുള്ള പാകിസ്ഥാന്റെ വക്താക്കളെ പോലെ അവർ ഇന്ത്യയിൽ സംസാരിക്കുന്നത്. 2025 മെയ് 7 പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 ഭീകര താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന ഇന്ത്യയുടെ അവകാശവാദം പാകിസ്ഥാൻ അംഗീകരിക്കാത്തത് പാകിസ്ഥാൻ ആ ഭീകര താവളങ്ങളെ സിവിലിയൻ കേന്ദ്രങ്ങളായി കണക്കാക്കി അവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുകൊണ്ടാണ്. പാകിസ്ഥാൻ തിരികെ ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരാധന കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയതിന്റെ കാരണവും മറ്റൊന്നല്ല. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ലോകത്ത് തന്നെ ആദ്യമായി ഇന്ത്യ ഒരു നിലപാട് വ്യക്തമാക്കി. ഇന്ത്യക്ക് ഭീകരതയോട് സീറോ ടോളറൻസ് ആണ് ഉള്ളതെന്ന്. ഇതൊരു പാരഡൈം ഷിഫ്റ്റാണ്. സിവിലിയൻസിനുള്ള എല്ലാ അവകാശങ്ങളും ഭീകരർക്കുമുണ്ട് എന്ന ഇതുവരെ ലോകം പിന്തുടർന്നു വന്ന നിയമവ്യവസ്ഥയെ ഇന്ത്യ പൊളിച്ചെഴുതാൻ പോകുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ത്യ ഇതും പ്രഥമമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സീറോ ടോളറൻസ് ടു ടെററിസം എന്ന നയത്തിൽ ഊന്നിയുള്ള നിയമനിർമ്മാണം ലോകത്തൊരിടത്തും ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ അത് നടന്നേ മതിയാകൂ. അതിന്റെ ഉള്ളടക്കം ടെററിസം ഹാസ് നോ റൈറ്റ്സ് എന്നായിരിക്കുമെന്ന വാചകങ്ങളോടെയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.